വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരൊറ്റ സെക്കൻഡ് കൂടെ നമുക്കൊന്ന് കണ്ണുകളൊന്ന് അടച്ചു പിടിക്കും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമുക്കൊരു നിമിഷം ഒന്ന് ഓർക്കാം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ, പ്രത്യേകിച്ച് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കുന്ന തിരുവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, കേൾക്കപ്പെടുന്ന വചനങ്ങൾ മാംസം ധരിക്കുവാൻ, ദൈവഹിതമല്ലാത്തതൊന്നും സംസാരിക്കാതിരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാൻ, പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഒന്നുയർന്ന് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ മണിക്കൂറില് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രാർത്ഥനയെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും നേരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെ കുറിച്ച് എടുക്കാൻ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതുകൊണ്ടാണ്. അപ്പൊ ആ വീഡിയോ കണ്ടതിന്റെ ചുരുക്കം വേണമെന്ന് പറഞ്ഞു തരാം. ആ വീഡിയോയിൽ കണ്ടത് ഇങ്ങനെയാണ്, ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കണം. ഇതിന്റെ മെസ്സേജ് ഇതാണ്: നമ്മൾ തിരുസഭയിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഈ മാസം നമ്മൾ കടന്നു പോകുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തിരുസഭ മാറ്റി വെച്ചിരിക്കുന്ന മാസമാണ്, നവംബർ മാസം. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒത്തിരിയധികം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും പ്രാർത്ഥനയ്ക്ക് യോഗ്യരായ ചിലരെ നമ്മൾ ഓർക്കുന്നില്ല. അത് ആരാണെന്ന് അതിനകത്ത് പറഞ്ഞു വെക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട, അബോർഷൻ വഴി കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ നമുക്ക് ആർക്കും അറിയത്തില്ല, അവർക്ക് നമ്മളെ അറിയത്തില്ല, നമുക്ക് അവരെ അറിയത്തില്ല, കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടുന്നില്ല. ഇവരെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലാണ് എന്നുള്ളത് ഈ വ്യക്തി പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആളെയും കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ CCCയും അല്ലെങ്കിൽ സഭയുടേതായ പഠനങ്ങളും ഒക്കെ എടുത്തൊന്ന് നോക്കി, കുറച്ച് വൈദികരെയൊക്കെ ഒന്ന് വിളിച്ചു സംസാരിച്ചു. കാരണം എനിക്കൊരു ബലമായ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് ഭൂമി കണ്ടിട്ട് പോലുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനും ഏതിനും പ്രാർത്ഥനയല്ല പോംവഴി. നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത്. പ്രാർത്ഥന നല്ലതാണ്, ഞാൻ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എല്ലാത്തിനും പ്രാർത്ഥനയല്ല പോംവഴി. ഇപ്പം ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവരെന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്ത് അവരല്ലല്ലോ. ഈശോ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾ സമരിയക്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നു. മഗ്ദലന മറിയത്തെ, പാപിനിയായ സ്ത്രീയെ നമ്മൾ കണ്ടെത്തുന്നു. അവിടെ വെച്ച് ഇവിടെ കല്ലെറിയാൻ വേണ്ടി വരുമ്പോൾ ഈശോ പറയുന്ന, കല്ലെറിയാൻ വേണ്ടി വന്നവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉദരത്തിൽ വെച്ച മരിക്കാൻ കാരണമായ കുട്ടി, ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരെന്ത് തെറ്റാ ചെയ്യുന്നു? മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ജഡിക സുഖത്തിനു വേണ്ടി അവർ ഒരു ബലിയാടാവുകയാണ്. യേശുക്രിസ്തു കാൽവരി മരിച്ചത് എങ്ങനെയാണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശുക്രിസ്തു മനുഷ്യരൂപം ധരിച്ചു വന്നതും ഈ പീഡകൾ ഏറ്റെടുത്തതും ഈശോ ഇതുപോലെ കാലുവരിയിൽ യാഗമായി തീരേണ്ടതായി വന്നത്. ആദവും ഹവ്വയും പാപം ചെയ്തുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഈ കുട്ടികൾ, ഈ ഉദരത്തിൽ കിടക്കുന്നവര് ശരിക്കും ഒരു രക്തസാക്ഷികളായി തീരുകയല്ലേ. അതിന് പല മെത്തേഡുകളുണ്ട്. അബോർഷൻ ചെയ്യാനായിട്ട് 7-8 സൈസുള്ള മെത്തേഡുണ്ട്. ഉപ്പിലായിന് കടത്തി വിട്ടും സക്ഷൻ മെത്തേഡും, പിന്നെ അത് പല നമുക്കറിയാമല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പല രീതിയിലുള്ള മെത്തേഡുകളും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ, നമുക്കറിയാം ഇന്ന് തിരുസഭയില് പ്രത്യേകിച്ച് വിശുദ്ധ നമ്മുടെ മറിയം ത്രേസ്യാമ്മ, അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധ ജെത്രൂദ്, ഇങ്ങനെയുള്ള അനേക വിശുദ്ധർക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ ആയിട്ടും
പല വെളിപ്പെടുത്തലുകൾ, ദർശനങ്ങളൊക്കെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരെ അവിടെയൊക്കെ കൊണ്ടുപോവുകയോ കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, വിശുദ്ധർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ. പക്ഷെ ഇന്ന് വരെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ആരും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എന്നൊരു വാക്ക് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം അവർ കണ്ടിട്ടില്ല. കാരണം ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിൽ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നു പോയ കുറവുകൾ, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ പറ്റാതെ പോയ മേഖലകൾ, അതൊക്കെ ഒരു കുറവാണല്ലോ. ധനവാൻ നരകത്തിൽ പോയത് അങ്ങനെയാണല്ലോ. ധനവാൻ നരകത്തിൽ പോയത് പാപം ചെയ്തിട്ടല്ല, എന്ന് വെച്ചാൽ 10 കൽപ്പന ഇതുപോലെയുള്ള കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടല്ല, നന്മ ചെയ്തില്ല. യാക്കോബ് 4:17 പറയുന്നുണ്ടല്ലോ, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ നമ്മള് കുറെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. എല്ലാത്തിനും പ്രാർത്ഥനയല്ല പോകുമ്പഴി. ധനവാൻ നരകത്തിൽ പോയ ധനവാന് പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല. ധനവാൻ നരകത്തിൽ കിടന്നിട്ട് പോലും സഹോദരങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അബ്രാഹത്തോട് കേണപേക്ഷിക്കുക. അതൊരു പ്രാർത്ഥനയല്ലേ? അപേക്ഷിക്കുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുന്ന പോലെ നമ്മുടെ അബ്രാഹത്തോട് അപേക്ഷിക്കുക. എന്തൊരു സഹോദര സ്നേഹം! അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാർത്ഥനയല്ല എല്ലാത്തിനും പോകുമ്പഴി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത്, ആ കാലഘട്ടങ്ങളിൽ ധനവാന് നന്മ ചെയ്യാൻ ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചിലത് പ്രവർത്തിക്കേണ്ട മേഖലകളുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കറിയാം, യേശു ക്രിസ്തു ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുക, രക്തം വീർത്ത പ്രാർത്ഥിക്കുന്നു, ഹൃദയം പൊട്ടുന്ന വേദനയോടെ രക്തം വീർത്ത് പ്രാർത്ഥിക്കുക. ഈശോ, നമുക്കറിയാലോ, മത്തായി 6:9 മുതൽ 13 വരെയുള്ള തിരുവചനത്തില് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈശോയ്ക്ക് പ്രാർത്ഥന അറിയത്തില്ല, പിതാവായ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കും. ഈശോ രാത്രിയുടെ യാമങ്ങളിലും പ്രഭാതത്തിലും എല്ലാം പ്രാർത്ഥിക്കാൻ പോയത് അല്ലേ? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അപ്പൊ ഈ ദൈവം, ഈ യേശു ക്രിസ്തുവിന് ഈ അബ്രാഹത്തെ വിളിച്ചോ, ഇസഹാക്കിനെ വിളിച്ചോ, യാക്കോബിനെ വിളിച്ചോ, അല്ലെ ഇവരുടെ എല്ലാം നാമം പറഞ്ഞ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ അവിടെ പ്രാർത്ഥനയല്ല ആവശ്യം. പിതാവ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിനും, എന്തിനും ഏതിനും അങ്ങോട്ട് കയറി അങ്ങ് പ്രാർത്ഥിച്ചേക്കരുത്. എല്ലാ മേഖലയിലും പ്രാർത്ഥനയല്ല ആവശ്യം. ഈശോനെ ആരും അടിക്കാനില്ല അവിടെ, എന്നിട്ട് പോലും കിടന്നു രക്തം വീർത്തോണ്ടിരിക്കുകയാണ്. കാരണം ദൈവേഷ്ടമല്ലാത്ത, പിതാവിന്റെ ഹിതമല്ല ഈശോ ഈ കാസ ഒഴിവായി പോവുക എന്നുള്ളത്, ഈ കാസ കുടിക്കുക എന്നുള്ളത്. യേശു ഭൂമിയിലേക്ക് വന്നത് അതിനു വേണ്ടിയിട്ടാണ്. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് മനുഷ്യരൂപം ധരിച്ചു വന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാടുപീടകൾ ഏറ്റെടുത്ത് ബലിയാകാനാണ്. കാരണം ഈ സ്വർഗം തുറക്കണം, മനുഷ്യവർഗം രക്ഷപ്പെടണമെങ്കിൽ യേശു ബലിയാകണം. അപ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലണ്ടല്ലോ, പിതാവായ ദൈവം കേൾക്കാഞ്ഞിട്ടുമല്ല, ഒരക്ഷരവും മിണ്ടുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഈശോ ഒറ്റയ്ക്ക് പലയിടത്തും പോയി പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവവുമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എന്തിനും ഏതിനും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പ്രാർത്ഥന. പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പലരും അങ്ങനെയാണ്. നമ്മളിപ്പോ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കയറി ഇറങ്ങും. പണ്ടത്തെ വിശുദ്ധത്തൊന്നും ധ്യാന കേന്ദ്രം ഇല്ലായിരുന്നല്ലോ. പക്ഷെ നമുക്ക് ഇന്നിപ്പോ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ ഉള്ളത് കൊണ്ട് ധ്യാന കേന്ദ്രങ്ങളൊക്കെ അടിച്ചിറക്കിയ പുസ്തകങ്ങളെല്ലാം വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ നൊവേനകളും എല്ലാം ഇങ്ങനെ വായിച്ചു വിടുകയാണ്. ഇതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ ഇങ്ങനെ ബുദ്ധിയിൽ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കൂട്ടുക. എന്നാൽ 99-ഉം 100-ഉം വയസ്സായ വ്യക്തികള്, ഞാൻ വിഷമം കൊണ്ട് പറയുവാണ്, വേദന കൊണ്ട് പറയുവാണ്, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കോ. 90-ഉം 100-ഉം 110-ഉം വയസ്സായ വ്യക്തികളിൽ പലരും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലുള്ളവർ, അവരെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് വലിയ കാര്യമായി പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തേലും ആട്ടെ. അപ്പം നമുക്ക് സഭയിലുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കാം ഇപ്പം. അപ്പോ പ്രിയമുള്ളവരെ, ഇത്രയും കാലം ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും, പള്ളിയിൽ പോയിട്ടും, ആരാധനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ നല്ല കേൾവിയൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്വരം ഇന്നു വരെ കേട്ടിട്ടില്ല. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് പ്രാർത്ഥനയല്ല പ്രിയമുള്ളവർ. നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ആത്മീയതയുടെ, ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ആവശ്യമാണ്. ചില പ്രാർത്ഥനകൾ പഠിക്കാൻ.
അതിനുശേഷം ഇപ്പൊ വിശുദ്ധരൊക്കെ വിശുദ്ധ അൽഫോൻസാമയൊക്കെ ഇതുപോലെ ദൈവത്തോട് നേരിട്ട് പറയുകയാണ്, കുരിശിൽ കിടക്കാൻ ദൈവത്തെ നേരിട്ട് പറയുവാണ്. അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഉടയും. മൺകുടം ഉടഞ്ഞു പോകുന്നത് പോലെ ഉടഞ്ഞു പ്രതിസന്ധികളുടെ മുമ്പിൽ, കുരിശുകളുടെ മുമ്പിൽ. ഏത് ജീവിതത്തിലും സഹനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ അല്ലെങ്കിൽ പോലും നമ്മളും ഒത്തിരിയധികം ഉള്ളിൽ രക്തം വീർത്തും വേദനിച്ചും ചങ്കു പൊട്ടുന്ന പോലെയൊക്കെയുള്ള വിഷമത്തിലും ചിലരൊക്കെ ആത്മഹത്യ ചെയ്താൽ മതി. ഈ കൊറോണയുടെയൊക്കെ സമയത്തൊക്കെ 5 പൈസ കയ്യിലില്ലാതെ പലരും വേദനിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരിയധികം വേദനിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധം. ഞാൻ അതിന് പറയുന്ന ഒരു പേരുണ്ട്, ഒരു പ്രേമബന്ധം. ദൈവവുമായിട്ട് അതാണ് വേണ്ടത്. ഒരാഴമേറിയ വേർപെടുത്താൻ പറ്റാത്ത ബന്ധം. ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, എന്തിനും ഏതിനും നമ്മൾ വെറുതെ കയറി പ്രാർത്ഥിക്കരുത്. തിരുസഭ പോലും ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവര് ശുദ്ധീകരണ സ്ഥലത്താണെന്നുള്ളൊരു പഠനം. ഞാൻ CCC ഒക്കെ ഇരുന്നുകൊണ്ട് ഇന്ന് ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ ഇരുന്ന് മറിച്ച് നോക്കുവാൻ, സഭയുടെ ദൈവശാസ്ത്രം ഒക്കെ എടുത്ത് നോക്കി, അതിനകത്തൊന്നുമില്ല. കാനോനിക്ക് നിന്ന് നോക്കി, അതിനകത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, വെറുതെ എന്ന് പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ വെച്ച് വായിച്ചിട്ട് സഭയുടെ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ആ കുട്ടികൾ ചെയ്തിട്ടില്ല. ഒരു ദിവസം കൊല്ലപ്പെടുന്നത് ലോകത്തില് 1,25,000-ഓളം കുട്ടികൾ, ഏകദേശം ഒരു കണക്ക് അത്രയാണെന്നാണ് പറയുന്നത്. അത് കുറവായിരിക്കാം, ചിലപ്പം കൂടുതലായിരിക്കാം, എന്തെങ്കിലും. ഞാൻ തിയോളജി തപ്പി തേടിയപ്പോൾ ദൈവശാസ്ത്രത്തിൽ നോക്കിയപ്പോഴത്തേക്കിന് ഒരു ദിവസം തന്നെ അതിനേക്കാളും ഒക്കെ കൂടുതലാണ്. കേരളത്തിൽ തന്നെ ഒരു ദിവസം 10,000-ഓളം ആൾക്കാരൊക്കെ മരിക്കുന്നുണ്ടെന്നൊക്കെ പറയും. എന്തേലും കേട്ടോ, ഓരോരുത്തരും ഓരോ ന്യൂസുകൾ ഇടുന്നു. അതിന്റെ കണക്കൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. എന്താണേലും പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഈ തെറ്റ് ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ അബോർഷൻ ചെയ്യാൻ ആയത്? എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ സ്വാർത്ഥമായ, ഇപ്പൊ നമ്മള് കുറച്ചു മുമ്പൊക്കെ പ്രാർത്ഥിച്ചു, നമുക്ക് ഈ എന്തൊക്കെ ആസക്തികളാണ്. ജഡികമായ ആസക്തിയോടൊപ്പം തന്നെ ഭൗതികമായ സമ്പത്തിനോടും പലതിനോടും ഒക്കെയുള്ള ഒരു ആഗ്രഹം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഓരോ ദിവസം പത്രങ്ങളിലൊക്കെ നമ്മൾ കാണും. ഇപ്പൊ ഈ ഇടയ്ക്ക് അടുത്തായിട്ട് കണ്ടൊരു കാര്യം ഇതാണ്, ഒരു പെൺകുട്ടി ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും ലൂസുള്ള വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടാണ് പഠിക്കുന്ന. കഥ കടച്ചാണ്. അത് എപ്പം ചോദിച്ചാലും ആര് ചോദിച്ചാലും പുറത്തൊന്നും ഇറങ്ങത്തില്ല. വീട്ടിൽ ഇരുന്ന് ഭയങ്കര പഠനമാണ്, ഓൺലൈൻ ക്ലാസ്. പക്ഷെ ആ പെൺകുട്ടി ഗർഭിണിയായി പ്രസവിച്ചു, ആരും അറിഞ്ഞില്ല. ഉണ്ടോ? വീട്ടിലുള്ളവർ പോലും അറിയുന്നില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? അയലോക്കത്തുള്ള ഒരു ചെറുക്കനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണിത്. അപ്പൊ ഇത്രയും വയറൊക്കെ ഉള്ള സമയത്തും ലൂസുള്ള വസ്ത്രമൊക്കെ ഇട്ട് ആരും അറിയാതെ, എന്നിട്ട് അവള് തന്നെ പ്രസവിച്ചു. റൂമിൽ വെച്ച് അവള് തന്നെ അതിന്റെ യൂട്യൂബിലെല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി, പുക്കിൾപ്പൊടിയൊക്കെ മുറിച്ചു, എല്ലാം വളരെ എത്ര തൻ്റെ ഇടം വന്നു നോക്കി. പണ്ടത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ വൈറ്റാട്ടിമാരും കാര്യം ഇതൊന്നുമില്ല, തന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് വീട്ടിലുള്ളവർ പോലും അറിയുന്നത്. ഉണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇതിന്റെ എല്ലാം പിന്നി കിടക്കുന്നത് ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊലപാതകയിടയ്ക്ക് ഒരു നമ്മൾ കേട്ടായിരുന്നു, കണ്ണൂരുള്ള ഒരു ചെറുക്കനെ MBA കഴിഞ്ഞതാണ്. MBA പഠിച്ചോണ്ട് ഈ ചെറുക്കനെ ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരു പെൺകൊച്ചിനെ വെടിവെച്ചു കൊന്നു. നോർത്ത് ഇന്ത്യ എന്നൊക്കെയാണ് കൊണ്ടുവന്നൊക്കെ പറയുന്നു, വെടിവെക്കാൻ വേണ്ടി ഗണ്ണ് കൊണ്ടുവന്നൊക്കെ. എന്തേലും ആട്ടെ, കാരണം ഇത് ഉപയോഗിക്കുക, സ്വാർത്ഥത എല്ലാം ഉപയോഗിക്കുക. പല കുടുംബങ്ങളിലും ഉണ്ട്, ജീവിത പങ്കാളിയെ ഉപയോഗിക്കുക. അപ്പോഴാണ് ഈ അബോർഷൻ കുടുംബങ്ങളിൽ പോലും സംഭവിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇന്നാളൊരു ദിവസം ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ്, ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബലിയാണ്. ബലി. പിന്നെ ആ വ്യക്തി വീണ്ടും പറയുകയാണ്, ബലി എന്ന് പറഞ്ഞാൽ വൈദികരെ പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുടുംബജീവിതക്കാർ ബലിയർപ്പിക്കണം. അവിടെയാണ് കൃപ ഇറങ്ങി വരുന്നത്. പ്രിയമുള്ളവരെ, ഇത് സഭയുടെ പഠനമല്ല, ആ വ്യക്തിയുടെ പഠനമാണ്. സഭയ്ക്ക് അങ്ങനത്തെ പഠനമില്ല.
അങ്ങോട്ട് പഠനമേ സഭയ്ക്കില്ല. ബലി എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ബലിയാണ്. തന്റെ ജീവിത പങ്കാളിക്കായി തന്നെ സമർപ്പിക്കുന്നു. ഓക്കെ, സമർപ്പണവും ബലിയും വലിയ വ്യത്യാസമാണ്. ബലി എന്ന് പറഞ്ഞാൽ അതൊരു മരണമാണ്. ക്രിസ്തുവിന്റെതാണ് ബലി. അവിടെ സ്വാർത്ഥത തരി പോലുമില്ല. ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ അവൻ വെടിവെച്ച എന്തിനാണ്? എന്റെയാണ്, എന്റെ, വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. നീ വേറെ ആരുടെ കൂടെ പോകാനും ഞാൻ സമ്മതിക്കും. നീ എന്റെയാണ്. ഉണ്ടോ? അത് ആണ് ചിന്തിച്ചാലും പെണ്ണ് ചിന്തിച്ചാലും എല്ലാം കണക്ക് തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൂദാശയാണെന്ന്. നമ്മളത് മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മളും ഒക്കെ, നമ്മുടെ മക്കളും ഒക്കെ, അല്ലെങ്കിൽ ആ തലമുറകളിലൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ വിവാഹങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദൈവം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അല്ലിത്. ദൈവം തിരുസഭയിൽ 7 കൂദാശകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ കൂദാശകളും ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ചിലരൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നുണ്ട്, എന്താണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി, ഓടിപ്പോവുക, അവന്റെ കൂടെ അല്ലെ അവളുടെ കൂടെ ഇറങ്ങി ഓടിപ്പോയി, അല്ലെങ്കിൽ വീട്ടിൽ പെരനിറഞ്ഞു നിൽക്കുക. ഇതൊക്കെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ ഒരു ദൈവ വിളിയായിട്ട് ഇതിനെ കാണുന്നില്ല. ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് വൈദികനാകാൻ വേണ്ടി ഒരു കുട്ടി ഇറങ്ങി ഓടിപ്പോയതായിട്ട് കേട്ടോ, അല്ലെ സിസ്റ്റർ ആകാൻ വേണ്ടി ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ വൈദികനാകാനായിട്ട് വീട്ടിൽ പെരനിറഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാമോദീസ എന്തിനുള്ളതാണ്? നമുക്കാർക്ക് സന്തോഷിക്കാനുള്ളതല്ല. സന്തോഷമാണ് ആത്മീയമായി ചിന്തിക്കുന്നവർക്ക്. കാരണം ദൈവത്തിന്റെ മകനായി മാറുന്നു, സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നു, ഒരു ദൈവ പൈതലായി മാറുന്നു. ഒത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെ സൈരലേപനം, അല്ലെ കുംഭസാരം, അല്ലെ കുർബാന, ഇതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. കുർബാനയും കുംഭസാരവും എല്ലാം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ. ഇതുപോലെ തന്നെ ഈശോ സ്ഥാപിച്ച ഒരു കൂദാശയാണ് വിവാഹം. അതെങ്ങനെയാണ്? ഞാൻ ആ വാക്ക് പറയുമ്പം വിഷമം തോന്നരുത്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ പറഞ്ഞാലേ അത് മനസ്സിലാവൂ. വിവാഹം പലരും കഴിക്കുന്നത് സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. കാരണം അത്രയ്ക്കും തരം താഴുന്ന ഒരവസ്ഥയിലേക്ക് ഈ കൂദാശയെ ഇന്ന് ലോകം പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തോബിത്തിന്റെ പുസ്തകത്തിൽ അതിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സാറ 7 വിവാഹം കഴിഞ്ഞവളാണ്. തോബിയാസിനു വേണ്ടി, തോബിത്തിന്റെ മകൻ തോബിയാസ്, റാഫേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുക്കല് ഇവന് വേണ്ടിയിട്ടുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് ഞാനൊന്ന് വായിക്കുകയാണ്, വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹത്തെ കാണേണ്ടത്. കാരണം ഈ അബോർഷനൊക്കെ ഇങ്ങനെ കണ്ടമാനം ഉണ്ടാകുന്നത് ഇതൊരു കൂദാശയായിട്ട് ഉൽപ്പത്തി 1:28 പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, മാർപ്പാപ്പയോട് പോലും ദൈവം പറയാത്ത, അല്ലെ അവർക്ക് പോലും പുരോഹിതർക്കും സന്യസ്തർക്കും ഒന്നും ദൈവം ഏൽപ്പിച്ചു കൊടുക്കാത്ത വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം വിവാഹിതർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് പോലും ജന്മം കൊടുക്കാനുള്ള വിളി. സഭ വളരുന്നത് കുടുംബത്തിലൂടെയാണ്. ഈ വിവാഹം എന്ന് പറയുന്ന ദൈവവിളിയിലൂടെയാണ്. എത്രയോ മഹത്തരമായ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞിട്ട് അവര് ദാമ്പത്യ കർമ്മത്തിലേക്ക്, അവിടെ സൃഷ്ടികർമ്മത്തിലേക്ക്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മമാണ്, നമ്മുടെ അല്ലത്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുവാണ്. ഇനി പൗരോഹിത്യം എന്താണ്? ദൈവത്തിന്റെ, ഈശോടെയാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാണ് ആര്? ഒരു യുവാവ് സെമിനാരിയിൽ പഠിച്ച ഡീക്കനൊക്കെ ആയി പൗരോഹിത്യത്തിലേക്ക് വൈദികനായിട്ട് വരുമ്പോൾ ഈശോയുടെ പൗരോഹിത്യത്തിലാണ് ചേരുന്നത്. അവർ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. അതുപോലെ തന്നെ കുടുംബജീവിതക്കാരും. ദൈവത്തിന്റെ സൃഷ്ടികർമ്മം നമ്മളെ ഏൽപ്പിച്ചു എന്ന് വെച്ചാൽ മാർപ്പാപ്പയും മെത്രാനും എല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ദൈവം നമുക്കാണ് അവർക്ക് ജന്മം കൊടുക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഹെബ്രായർ 13:4 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകരുത്. കാരണം വിവാഹിതരായിട്ടുള്ളവരെ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ മനസ്സിലാക്കണം,
നമ്മുടെ ജീവിതത്തിൽ തന്നെ വന്നിട്ടുള്ള താളപ്പിഴകൾ ഉണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല. നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചു നോക്കണം. എത്ര പരിശുദ്ധിയോടെയാണ് ഇത് പരികർമ്മം ചെയ്തത്. ഞാൻ എന്റെ വാക്കിലൂടെ പറയുവാണെങ്കിൽ, എന്റെ ഒരു ഉൾക്കാഴ്ച, എനിക്ക് കിട്ടിയ ഒരു ബോധ്യം അനുസരിച്ച് ഞാൻ സംസാരിക്കുവാണെങ്കിൽ, വൈദികൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ പരിശുദ്ധി ഒരു വിവാഹിതരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വേണം. ഇതിനെ ഒരു കൂദാശയായി എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, എന്റെ ഭാര്യയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, എന്റെ ഉണ്ടാകുന്ന മക്കളുടെയൊക്കെ വിശുദ്ധരായിട്ട് ജന്മം കൊടുക്കാനാണ് ഈ മക്കൾക്ക്. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയൊന്നും ചെയ്യാനുള്ളതല്ല. ഇപ്പൊ ഈ തോബിത്തിന്റെ പുസ്തകത്തിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നു. അതിന്റെ 8-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ തിരുവചനം ഇങ്ങനെ എഴുതി, കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താൽ അല്ല, ഉണ്ടോ, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. വീണ്ടും അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ, ഇവളോടൊത്ത് വാർദ്ധക്യത്തിൽ എത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. ഉണ്ടോ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥന. ഇന്നിപ്പോ ആരാ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ മരണം വരെ എത്താൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും. കാരണം ഞാൻ ആഗ്രഹിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല കുടുംബത്തിൽ നമ്മൾ അതൊക്കെയാണ് ചിന്തിക്കുന്നത്. നല്ല കുടുംബം, ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്, ഒരേ കളറ്, ഒരേ ലണ്ടനിൽ എല്ലാവർക്കും ഒരേപോലെ ജോലി, ഇതൊക്കെയാണ് ഭൗതികമായ കാര്യങ്ങൾ. ഇതൊരു ആസക്തിയാണ്. നമ്മൾ ഒരു കൂദാശയിൽ ആസക്തി കടന്നു വരാൻ പാടില്ല. ഇത്ര സ്വർണം, ഇതല്ലേ മൂർഖം പാമ്പിനെയൊക്കെ വിട്ട് കടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇതല്ലേ. ബാത്റൂമിൽ തൂക്കി കൊല്ലുക, പൈസയോടുള്ള താല്പര്യം, ലണ്ടനിലുള്ള പെണ്ണ്, ഹൈറ്റ് ഉള്ളത്, വെയിറ്റ് ഉള്ളത്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് കുട്ടിയുണ്ടായി, അതിനെ അങ്ങോട്ട് അബോർഷൻ ചെയ്യുക. 3-ാമതൊരെണ്ണം ഉണ്ടായി, അതിനെ അങ്ങോട്ട് അബോർഷൻ ചെയ്യുക. അല്ലെ ഒന്നുണ്ടായി, 2-ാമത്തെ പെട്ടെന്നുണ്ടായി, അതിനെ അങ്ങോട്ട് അബോർഷൻ ചെയ്യുക. എല്ലാം കൊതുകിനെ കൊല്ലുന്ന പോലെ. ഇന്ന് കേരളത്തിൽ കൊതുകിനെ കൊല്ലാൻ വേണ്ടി ഇന്ന് വരെ ശരിക്കും ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ മനുഷ്യനെ കൊല്ലാനോ, മനുഷ്യനെ കൊല്ലരുതെന്ന് ദൈവം 10 കൽപ്പന പറഞ്ഞു, കൊല്ലരുത്, 5-ാമത്തെ കൽപ്പനയെ. പക്ഷെ ഈ മനുഷ്യനെ കൊല്ലാൻ ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ ഒരു ദിവസം എത്രയോ മരിച്ചു വീഴുന്നു, ഭൂമി കാണാത്ത കുഞ്ഞുങ്ങൾ. പ്രിയമുള്ളവരെ, അവരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവരൊരു രക്തസാക്ഷികളാണ്. ചെയ്യാത്ത തെറ്റിന് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ന് വരും. ഒരു തെറ്റും ഭൂമി കണ്ടിട്ട് പോലും ഇല്ല. കണ്ണു തുറന്നിട്ട് വേണ്ട പിന്നെ ബാക്കിയുള്ളത്. 1 മാസത്തിലും 2 മാസത്തിലും 3 മാസത്തിലും 5 മാസത്തിലും 6 മാസത്തിലും ഒക്കെ വധിക്കപ്പെടുന്നില്ലേ എത്രയോ കുഞ്ഞുങ്ങൾ. നമ്മള് വെറുതെ കയറി എല്ലാത്തിനും നമ്മൾ ഓരോന്നും നമ്മൾ ചിന്തിക്കണം. ബുദ്ധിയിൽ അങ്ങോട്ട് ചിന്തിച്ചിട്ട് അങ്ങ് പറഞ്ഞേക്കരുത്. നമ്മൾ തിരുസഭയുടെ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കണം. അപ്പം ജോർജ് ബ്രദർ എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, എന്ത് വിഷയത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് കാണിച്ചു തന്നിട്ട് ഞാനിങ്ങനെ ഇത് ഈ സഭയുടെ പഠനങ്ങളല്ല, കാരണം നമുക്ക് തോന്നുന്നു പറയാൻ പാടില്ല. എന്നിട്ടും ഞാനിനിയും എല്ലാം നോക്കാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് മുഴുവനും അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല. മാക്സിമം നോക്കി, ഒരു 15 മിനിറ്റ് മുമ്പ് വരെ നോക്കി. എന്നിട്ട് ഞാൻ അതിനു മുമ്പ് കുറച്ച് വൈദികരെയൊക്കെ, ഈ മേഖലയിലൊക്കെ നല്ല അറിവുള്ള വൈദികരെയൊക്കെ വിളിച്ചു ചോദിച്ചു, സഭയുടെ പഠനങ്ങളൊക്കെ അറിയാവുന്നവരോട്. കാരണം നമ്മുടേതായ ഭാഷകൾ വരരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. നമ്മൾ എന്തിനും ഏതിനും കയറി അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു കളഞ്ഞേക്കരുത്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ കുട്ടികളുടെ അത്ര യോഗ്യത ഈ ഭൂമിയിൽ ആർക്കുണ്ട്? വിശുദ്ധ തോമാസ് ലീഗ, വിശുദ്ധ പത്രോസ് ലീഗ, വിശുദ്ധ പൗലോസ് ലീഗ, ഓരോ വിശുദ്ധരെ എടുത്തു നോക്കി. രക്തസാക്ഷികൾ, നമ്മുടെ റാണി മരിയ, അല്ലെങ്കിൽ മരിയോരത്തി, ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഇവര് പാപികളായിരുന്നു. അറിഞ്ഞുകൊണ്ടൊക്കെ പാപം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ കുട്ടികൾ എന്തു പാപം ചെയ്തു? പാപം എന്താണെന്ന് അവർക്ക് അറിയാമോ? സംസാരിക്കാൻ നമുക്കറിയാലോ, കുഞ്ഞുങ്ങൾ പോലും ഉണ്ടായിട്ട് എത്ര നാൾ കഴിയുമ്പോൾ സംസാരിക്കുന്നു. ഇവർക്ക് സംസാരം കേട്ടിട്ടുണ്ടാവും ഉദരത്തിൽ കിടക്കുന്നു, അല്ലാണ്ട് സംസാരിക്കാനും അറിയത്തില്ല, അമ്മ എന്ന് പറയാനും അറിയത്തില്ല, ഈശോ എന്ന് പറയാനും അറിയത്തില്ല. ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ ശുദ്ധീകരണ സ്ഥലത്താ പോകുന്നതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ വെറുതെ ദുഷ്ടനാക്കരുത്. ഒന്നും ചെയ്യാത്ത ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ഇടുക എന്ന് പറഞ്ഞാൽ അപ്പം ദൈവം ആരായി പോകും? ഇതൊക്കെ വേറൊരു ചിന്തയിലേക്കാണ് ഇതെല്ലാം പോവുക. ഈ സഭയ്ക്ക് പുറത്തുള്ളവരൊക്കെ ഈ ടോക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പം ദൈവം എന്തൊരു ദുഷ്ടനാണെന്ന് ചിന്തിക്കത്തില്ലേ? കണ്ണീച്ചോരയില്ലാത്ത ദൈവമാണോ? ഒരു പാപവും ചെയ്യാത്ത, ഭൂമി കണ്ടിട്ടില്ലാത്ത, ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ, ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വന്നിട്ടില്ല,
അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തോട്ട് ദൈവം പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ വലതുവശത്ത് കടന്ന കള്ളനെ പോലും ഒരു നിമിഷം ശുദ്ധീകരണ സ്ഥലത്ത് ഇടാതെ സ്വർഗത്തിലേക്ക് കയറ്റിയതല്ലേ. അവൻ 10 മാസം മുമ്പ് മാനസാന്തരപ്പെട്ടതായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ആ കുരിശിൽ കിടന്നപ്പോൾ മാത്രമാണ് അവൻ ഈശോയോട് നിലവിളിക്കുന്നത്. അവന്റെ പ്രാർത്ഥനയാണ്. അവനോട് ഒരു നിമിഷം പോലും ശുദ്ധീകരണ സ്ഥലം ഒന്ന് കാണിച്ചു പോലും കൊടുക്കുന്നില്ല. അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് പരദീസയിലായിരിക്കും ഈശോ പറഞ്ഞു. അങ്ങനെയുള്ള കരുണാമയനായ സ്നേഹം തന്നെയായ ആ ദൈവത്തിന്റെ മുമ്പിൽ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചില പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തൊന്നുമല്ല, നമ്മൾ അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കും. ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ പുസ്തകമൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. എന്താണേലും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ നോക്കി ഉദാഹരണം എന്ന് പറഞ്ഞാൽ സക്കേവൂസിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടു, പിന്നെ അവിടെ നിന്നുള്ള 150 കണ്ടൊക്കെ ഇല്ലുവാണോ? മാതാവിന്റെ ജപമാല, സന്തോഷത്തിന്റെ, ദുഃഖത്തിന്റെ, പ്രകാശത്തിന്റെ, മഹത്വത്തിന്റെ ഒക്കെ രഹസ്യങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 10-100 ജപമാല മുട്ടുമേ നിന്നുകൊണ്ട് കൈ പിരിച്ചു പിടിച്ച് ചരണിന്റെ അകത്ത് മുട്ടുകുത്തിയുന്നുണ്ട്. ഇന്ന് വരെ ചെയ്ത പാപത്തിന് ജപമാല ചൊല്ലി ധ്യാനിക്കുമായിരുന്നു. അതോ ബൈബിള് വായിക്കും, അതോ വേളാങ്കണ്ണി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അല്ല ഇവിടെ ആവശ്യം. ദൈവം സക്കേവൂസിന്റെ ജീവിതത്തിലോട്ട് വരാൻ കാരണം ഇവൻ ആദ്യമേ കൊന്തയിലോ കരണക്കൊന്തയൊന്നും അല്ല ആവശ്യം. ഇവൻ ആദ്യമേ മരത്താൻ ഇറങ്ങി. ഈശോ അവരോട് പറഞ്ഞു, സക്കേവൂസ് നീ വേഗം ഇറങ്ങി വരും. ഇറങ്ങി വരണം, അനുസരിക്കണം, അനുസരണം. കണ്ടോ, ഓരോരോ സ്റ്റെപ്പാണ്. പിന്നെ അവന്റെ ജീവിതത്തിൽ വന്നുപോയ താളപ്പിഴകൾ എന്താണ്? അവൻ വഞ്ചിച്ചെടുത്തതാണ് കൊടിയ തിന്മ അവന്റെ ജീവിതത്തിൽ. ഇതിനൊക്കെ ശേഷമാണ് പ്രാർത്ഥന. ദൈവത്തോട് ഇവിടെ സംസാരിക്കുന്നുണ്ട്, അത് പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമരിയക്കാരി സക്കേവൂസും അല്ലെ മഗ്ദലേനാമറിയും ഒക്കെ യേശുവായിട്ട് സംസാരിക്കുകയാണ്, എന്നിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, ബ്രദറെ, ഈ ഒരിടത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ എന്നോട് ഏത് വിഷയമാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഈ ആനുകാലികമായിട്ട് ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മഴയൊന്നും മാറുന്നില്ല, കോവിഡ് മാറുന്നില്ല, കേരളത്തിൽ ഇങ്ങനെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം യോനാ പ്രവാചകൻ നിനവേല് ദൈവം വാക്കുമാറ്റി. നശിപ്പിക്കുമെന്ന് പറഞ്ഞ നിനവേനെ നശിപ്പിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? നിനവേ പോയിരുന്നോണ്ട് യോനാ പ്രവാചകൻ കരടക്കൊന്ത ചൊല്ലു വരുന്നില്ല, അല്ലെങ്കിൽ കുരിശിന്റെ വഴി നടത്തുമായിരുന്നില്ല. തന്റെ ആ നാട്ടില് അല്ലെ അവരുടെ പാപത്തിൽ നിനവേ മാനസാന്തരപ്പെടുകയാണ്. അതാണ് ആവശ്യം, മാനസാന്തരം എന്ന് വെച്ചാൽ മുൻപോട്ട് ഓടിക്കൊണ്ടിരുന്ന വ്യക്തി എന്ന് വെച്ചാൽ പാപത്തിന് വേണ്ടി സാവൂള് കൊന്നൊടുക്കാൻ ഓടി, നേരെ തിരിച്ച് ആത്മാക്കൾക്ക് വേണ്ടി ഓടുക, ദൈവത്തിലേക്ക്. നമ്മൾ തിരിച്ചുള്ള ഓട്ടമാണ്, മുൻപോട്ടുള്ള ഓട്ടം ലോകത്തിലേക്കുള്ള ഓട്ടമാണ്. എല്ലാവരും അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുക. പണം ഉണ്ടാക്കാൻ ഓടുന്നു, പലതും സ്വന്തമാക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഈ കുഞ്ഞുങ്ങളൊന്നും വധിക്കപ്പെടുന്നു. അതൊക്കെ വെറും എന്താ പറയുക, ഇന്നാളൊരു ദിവസം ഒരിടത്ത് ക്ലാസ് എടുത്തപ്പോ ഒരു യുവതി പറഞ്ഞ കാര്യം, ബ്രദറെ, അതൊരു ഡെറ്റോൾ ഒഴിച്ച് കഴുകിയ തീരുന്ന കേസല്ല ഉണ്ടോ? എത്രയോ നിസ്സാരം. ഈ പാപങ്ങളൊക്കെ ഡെറ്റോൾ ഒഴിച്ച് കഴുകിയാൽ മതി. ശരീരത്തിന്റെ അവയവങ്ങൾ വൃത്തിയായോണ്ട് കാര്യമില്ല, ഹൃദയം വൃത്തിയാകട്ടെ. മനുഷ്യൻ അധംപതിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ കത്തോലിക്കരാണെ പോലും വിവാഹത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഇവിടെ നോക്കി, ഞാൻ ബാക്കി ഒന്ന് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് 6-ാം അധ്യായത്തിൽ, കോവിത്തിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ തിരുവചനത്തിന്റെ അടിയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. വിവാഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഈ അപോഷനും കാര്യമൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോലെ, പ്രാർത്ഥന മാത്രം പോലെ ഇതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ അതിന്റെ അവസാനത്തെ ഒരു വാക്ക് കുറച്ചു മാത്രമേ വായിക്കുന്നുള്ളൂ. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. ആരോട് പറയണം? തോബിയാസിനോട് റാഫേൽ മാലാഖ പറയുകയാണ്. ഇവന് പേടിയുണ്ട്. 7 എണ്ണത്തെ കല്യാണം കഴിച്ച് 7 മരിച്ചുപോയി. നമുക്കറിയാലോ, സാറയുടെ അപ്പന് ശവക്കുഴി കൂത്തലായിരുന്നു മിക്ക ദിവസവും പണി. മിക്ക ദിവസം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ പിറ്റേ ദിവസം. കാരണം ഭർത്താവ് മരിച്ചു. പ്രിയമുള്ള, ഈ വാക്കൊന്ന് ചിന്തിച്ചു നോക്കി. അനാദി മുതലേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 7 പേര് മരിച്ചുപോയി. അവർ 7 പേരും ആർക്കു വേണ്ടി ഉള്ളതായിരുന്നു? അനാദി മുതലേ ദൈവം ഒരുക്കിയത് തോബിയാസിനെ ആണെങ്കിൽ ഇവിടെ എന്താണ്?
ഇവരുടെ ഭർത്താക്കന്മാരെല്ലാം മരിക്കാൻ കാരണം. മീന്റെ ചങ്കും കരളും ഒക്കെ ആയിട്ട് വന്നു അസ്മേദേവൂസ് എന്ന് പറയുന്ന പിശാചൊക്കെ പോയി റാഫേൽ മാലാഖ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, ഓക്കെ. പക്ഷെ ഈ വാക്ക് നോക്ക്, തോബിയാസ് മരിച്ചോ? ആ വാക്ക് അനാദിയിലെ, അപ്പോൾ ബാക്കിയുള്ള മരിച്ചു പോയവരൊന്നും അനാദിയിലെ ദൈവം ഒരുക്കിയതാണോ? അപ്പൊ നമ്മളും ചിന്തിച്ചു നോക്കണം. കുടുംബ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള അബോർഷനുകളും പല കേസുകളും കടന്നു വരുമ്പോൾ, ഞാൻ ഇപ്പൊ നമ്മൾ ഒരു പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആസക്തി എന്ന് പറഞ്ഞാൽ സെക്സിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഭൗതികതയുടെ, ഓക്കെ, നല്ല കാര്യം. ലണ്ടൻ ഈ ജോലി പലരും വന്ന് ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജോർജ് ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം, ബ്രദറെ എന്റെ മോൻ ലണ്ടനിലാണ്, ഇപ്പൊ ലണ്ടനിൽ ഒരു പെൺകുട്ടിനെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ അമേരിക്കയിലാണ്, അല്ലെ കുവൈറ്റിലാണ്, ഇവിടെയുള്ള ഒരു പെൺകുട്ടിനെ. നേഴ്സുമാരാണെങ്കിൽ ഇച്ചിരിയും കൂടെ അറിയാമല്ലോ. പിന്നെ ഞങ്ങൾക്ക് എസ്റ്റേറ്റും കാര്യങ്ങളും വീട്ടിൽ വൈദികരും സന്യസ്തരും ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു പാരമ്പര്യ കുടുംബമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കുടുംബം ദൈവം ഒരുക്കിയതാണോ അല്ലയോ എന്നൊരു ചോദ്യം, അങ്ങനെ ചിന്ത പോലും മനസ്സിലില്ല. ഉണ്ടോ? ദൈവം അനാദിയിലെ എനിക്ക് വേണ്ടി ഒരുക്കിയതാണോ? അതൊന്നും ഇവിടെ വിഷയമല്ല. നല്ല കത്തോലിക്കരി പോലും പൂക്കാക്കു പൂക്കാക്കുന്ന പുരാതന കത്തോലിക്ക കുടുംബം ആണ് പൂക്കാക്കു. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ചിന്തിക്കുന്നത് ഇതാണ്. എന്റെ ബ്രദർ അറിയാലോ, എന്റെ പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്കും വെച്ച് സുന്ദരിയാണ്. അപ്പൊ അതുകൊണ്ട് സുന്ദരനായിട്ടുള്ള ഒരാളെയാണ് ഞങ്ങള്, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ഔസേപിതാവ് ഒരിക്കലും ചേരത്തില്ല. കാരണം ആശാരിപ്പണിക്കാരനാണ്. എല്ലാരും പറയുന്നത് പറഞ്ഞു കേട്ടോ, ഔസേപിതാവ് പ്രിയമുള്ളവരെ സത്യം പറഞ്ഞാൽ ആശാരിപ്പണിക്കാരനല്ല. ഇനിയിപ്പം സഭയ്ക്ക് എതിരായിട്ട് സംസാരിക്കുവാണോ ചൊല്ലി ചിന്തിക്കുക, അതിൽ പറഞ്ഞേക്കാമോ? ഔസേപിതാവിന്റെ ജീവിതം പ്രിയമുള്ളവർ, അവര് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവരാണ്. അപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ദാവീദിന്റെ വംശം എന്ന് പറയുമ്പോൾ അവർ ആശാരിപ്പണിക്കാരായിരുന്നു? അല്ല, രാജകുടുംബം. ദാവീദ്, സോളമൻ ഒക്കെ രാജകുടുംബം. ആ വംശത്തിൽപ്പെട്ടവരാണ് ആര്? ഔസേപിതാവ്. ദാവീദിന്റെ വംശത്തിലാണ്. പിന്നെ എങ്ങനെയാണ് ആശാരിപ്പണി പഠിച്ചത്? ഔസേപിതാവിന്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു പോയപ്പോൾ, അല്ലെ പപ്പയും അമ്മയും മരിച്ചു പോയപ്പോൾ, ഔസേപിതാവിന് 2 കാവൽമാലാഹമാരൊക്കെ ഉണ്ട്. ഞാൻ ആ ക്ലാസ്സിലേക്കൊന്നും അല്ല വരുന്നത്. അപ്പൊ ഔസേപിതാവ് ജെറുസലേം ദേവാലയത്തിന്റെ അടുക്കൽ എപ്പോഴും ആരാധനയ്ക്കൊക്കെ പോകാൻ വേണ്ടി അവിടെ അടുത്ത് നസ്രത്തിലായിരുന്നു താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അവിടുന്ന് ബെത്ലഹേമിലേക്ക് പോയി അവിടെ വാടകയ്ക്ക് ഒരു വീട്, ഒരു റൂമാണ് അവിടെ വാടകയ്ക്ക് എടുത്തു. അങ്ങനെ അത്യാവശ്യം ചിലവിന് വേണ്ടി ഒരു ആശാരി പണി മാലാഖ, തന്റെ കാവൽ മാലാഖ പറഞ്ഞിട്ട് പഠിക്കുകയാണ്. അവിടെ വെച്ചാണ് ഔസേപിതാവ്, അല്ലാണ്ട് ഔസേപിതാവിന്റെ അപ്പനും അമ്മയും ഒന്നും ആശാരി ഇതിൽ പെട്ടതല്ല, രാജകുടുംബം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ്, അനാദിയിലെ ഉള്ള പദ്ധതി. അതുകൊണ്ടാണ് ആ കയ്യിലിരുന്ന ആ ഉണക്ക വടി തളർത്ത് പുഷ്പിച്ചതൊക്കെ. ലില്ലി പുഷ്പമായിട്ട് ഔസേപിതാവിന്റെ കൈ, അല്ലാണ്ട് 2 കല്യാണം കഴിച്ച ഒരു അപ്പാപ്പനല്ല. ചിലരൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ മറ്റൊരു ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. ഔസേപിതാവ് പ്രിയമുള്ളവരെ വിവാഹം കഴിച്ച തിരുസഭയുടെ വ്യക്തമായ പഠനം 18ാമത്തെ വയസ്സിലാണ്. അതിന് സെന്റ് അഗസ്റ്റിൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, തമാശ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം ഈജിപ്തിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവുമായിട്ട് ഹെറോദസിന്റെ പടയാളികൾ കുഞ്ഞിനെ കൊല്ലാൻ വരുമ്പോൾ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു വെക്കുന്ന ഒരു തമാശയാണ്. പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയെ കണ്ടവാനും കഷ്ടപ്പെട്ട് കാണുമല്ലോ. കാരണം എന്താ? ഈജിപ്തിലേക്കുള്ള യാത്രയിൽ ഒരു കയ്യിൽ എന്ന് വെച്ചാൽ തോളത്ത് അല്ലെ ഒക്കത്ത് ആര്? ഉണ്ണീശോ, കുഞ്ഞുകുട്ടിയാണെന്ന്. ഒരു കുട്ടി കയ്യിലിരിക്കുന്നു, കുഞ്ഞുകുട്ടി ഇരിക്കുന്നു, യേശുക്രിസ്തു ഇരിക്കുന്നു. മറ്റേ കൈ നമ്മുടെ അപ്പാപ്പൻ, കാരണം നിലത്ത് വീണു അല്ലെ, നടന്നു മടുക്കുവേ അപ്പാപ്പൻ. അപ്പൊ അങ്ങനെ 2 കല്യാണം വെച്ച് കണ്ണു കാണത്തില്ലാത്ത ഒരു ചെവിയും കേൾക്കത്തില്ലാത്ത ഒരു അപ്പാപ്പൻ. അങ്ങനെയല്ല പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം വെച്ചാൽ അതൊരു ജഡത്തിന്റെ മേഖലയിൽ കൂടെ ഒക്കെ ഉള്ള ഒരു നോട്ടമാണ്. പ്രായമായതുകൊണ്ട് ആസക്തിയിൽ എന്തൊരു കുറവുണ്ടാവും. ഈ മാംസവുമായി ബന്ധപ്പെട്ടതല്ല, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, സ്നേഹം, വിശ്വാസം. അതിൽ നിന്നാണ് വിശുദ്ധി, ശുദ്ധത, ദൈവസ്നേഹം, അല്ലെ നന്മ ഒക്കെ കടന്നു വരുന്നത്. ഔസേപിതാവിന് മാതാവിനോടുള്ള വലിയ സ്നേഹം. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധ കന്യകാമറിയം ജീവിതകാലം മുഴുവൻ കന്യകയായി ജീവിച്ചെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഔസേപിതാവിനാണ്. കാരണം ഭർത്താവാണ് ആര്? ഔസേപിതാവ്. കുട്ടി ഔസേപിതാവിന്റെ അല്ലെങ്കിലും
മറിയത്തിന്റെ ഭർത്താവാണ് ജോസഫ്. അപ്പം നമ്മളൊരു വിവാഹം കഴിച്ചാൽ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി കന്യകയായി ജീവിക്കണമെങ്കിൽ അതൊരു 10 മാസോ 2 മാസോ 1 മാസോ വേണ്ട, ആദ്യ രാത്രി പോലും ഭാര്യ വിശുദ്ധിയോടെ ആയിരിക്കണമെങ്കിൽ ഭർത്താവ് അനുവദിക്കാതെ ഒരു രക്ഷയില്ല. അങ്ങനെയെങ്കിൽ കുട്ടി അവിടെ നിൽക്കട്ടെ. ഈ കന്യകാത്വം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഔസേപ്പിതാവ് സമ്മതിക്കാതെ മറിയത്തിന് അത് പറ്റത്തില്ല. അപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഔസേപ്പിതാവിന്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിടരുത്. ഇനി സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാനത് അവിടെ പൂർണ്ണമാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. നമ്മൾ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള കാര്യമല്ല, ഇതുമായിട്ട് വിശുദ്ധിയായിട്ട് ബന്ധപ്പെട്ട ജീവിത പങ്കാളിയായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ അനാദിയിലെ പദ്ധതി എന്ന് പറഞ്ഞു വന്നപ്പം കൂട്ടിച്ചേർന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു അപ്പാപ്പനാണെങ്കിൽ പരിപൂർണരായ യേശു ക്രിസ്തുവിനും മറിയത്തിനും, കാരണം മറിയത്തിനും പാവമില്ല, അമലോത്ഭവമല്ലേ, ഇവർക്ക് 2 പേർക്കും എന്ന് വെച്ചാൽ യേശുവിന്റെ 30 വയസ്സു വരെ ഔസേപ്പിതാവ് സ്വന്തം കൈകൊണ്ട് ആശാരിപ്പണി എടുത്തിട്ട് വേണം ഇവർക്ക് 2 പേർക്കും ഭക്ഷണം കൊടുക്കാൻ. 2 കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു അപ്പാപ്പൻ എങ്ങനെ കുനിഞ്ഞിരുന്ന്, ഇന്നത്തെ പോലെ കടച്ചിൽ മെഷീനൊന്നും ഇല്ല, മരം അങ്ങോട്ട് കൊണ്ട് മില്ലിലോട്ട് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ അറുത്ത് പീസൊക്കെ ആക്കി ഉരുപ്പടിയാക്കി കടച്ചിൽ മെഷീന്റെ ആ കൂടെയൊക്കെ കയറ്റി വിട്ട് ഇന്ന പോലെ ഓരോന്ന് അളന്ന് കടഞ്ഞ് ഇങ്ങോട്ട് എടുക്കാനായിട്ടുള്ള സംവിധാനമൊന്നും പണ്ടില്ല. ആ എല്ലാം കുത്തിയിരുന്ന് ഉളിയും കൊട്ടുവടിയും ഒക്കെ എടുത്ത് വാളൊക്കെ എടുത്ത് അറുത്ത് മുറിച്ച് ഷെയ്പ്പാക്കി അതിനെ നമുക്കറിയാമല്ലോ ചിന്തേരൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവരണം. എത്ര ദിവസത്തെ പണിയാണ് ഇത് മുഴുവൻ. സ്വന്തം നല്ല മസിൽ പവർ ഉള്ള നല്ലൊരു യുവാവിനെയാണ് പിതാവായ ദൈവം മറിയത്തിനായി ഭർത്താവായിട്ട് തെരഞ്ഞെടുത്തു കൊടുത്തു. അല്ലാണ്ട് ഒരു ചാകാറായി മൂക്കി പഞ്ഞി വെക്കേണ്ട ഗതികേടിൽ നിൽക്കുന്ന ഒരു അപ്പാപ്പനെ അല്ല. അതൊക്കെ മനുഷ്യന്റെ ജഡത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടാണ്. വിശുദ്ധിയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകൾക്കാണ് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ കടന്നു വരിക. അപ്പം ദൈവം ശക്തി കുറഞ്ഞവനായി പോവില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചു വരാം. നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് തോബിയാസിന്റെ വിവാഹത്തെ കാണേണ്ടതൊക്കെ ഇങ്ങനെ എന്തോ തോബിത്ത് പറയുകയാണ്, ദൈവമേ, ഞാൻ ഇവിടെ കാണുന്നത് ജഡത്തിന്റെ ആസക്തിയാൽ, കാമാസക്തിയാൽ അല്ല, മാംസദാഹത്താൽ അല്ല, നിഷ്കളങ്കമായ പ്രേമം. എന്തോ ദൈവത്തോടാ പറയുന്നത്. ഇതാണ് പ്രാർത്ഥന. അതിന്റെ 8-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിന്റെ അവസാനം എഴുതി വെച്ചിരിക്കുക, നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ്. സാറയോട് പറയുക, ആരുടെ വീട്ടിലേക്കൊക്കെ നടക്കുന്നു, വളരെ അപൂർവം. ധ്യാനമൊക്കെ കൂടി ഇച്ചിരി ആത്മീയതയിലൊക്കെ മുന്നിൽ നിൽക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത്? മിക്കപ്പോഴും നല്ലൊരു ശതമാനം ആൾക്കാരും വെള്ളമടിച്ച് അല്ലേ, എന്തൊരവസ്ഥയായിരിക്കും. മദ്യപിച്ച് അന്ന് ആ കല്യാണ വീട് മുഴുവൻ കൂതാശ നടക്കുന്ന ആ കുടുംബം മുഴുവൻ മദ്യപിച്ച് അല്ലെ, ബന്ധുമിത്രാദികളൊക്കെ എന്തായിരിക്കും. നമ്മൾ കഴിച്ചില്ല പോലും വരുന്നവർക്കും കൊടുക്കണ്ടേ എന്ന് വെച്ചാൽ ചെകുത്താനെ അങ്ങനെ മഹത്വപ്പെടുത്തി. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പള്ളിയിൽ പോയി കയ്യും പിരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ അനുഗ്രഹിക്കണമേ. പിന്നെ ആര് കേൾക്കാനാ? കാനായിലെ വിവാഹത്തിന് മദ്യപിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. അതിന്റെ ഒരു ചുരുക്കം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കാനായിലെ വിവാഹത്തിന് ഈശോയും മറിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും മദ്യമൊന്നും അല്ലായിരുന്നു പ്രിയ, അതിന്റെയൊക്കെ വ്യാഖ്യാനമൊക്കെ വേറെ. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ രീതിയിൽ പോലും ചിന്തിച്ചാല് ഒരു വിവാഹത്തിന് വരുന്നത് ഏതെല്ലാം പ്രായമുള്ളവരുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, യുവാക്കളുണ്ട്, ഇല്ലേ, എല്ലാവരും. അപ്പൊ എല്ലാവർക്കും മദ്യം വിളമ്പുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ അബോർഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണക്കാരാരാണ്? അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കൂടുതൽ അബോർഷൻ നടക്കുന്ന പ്രിയമുള്ളവർ നമ്മുടെ കത്തോലിക്ക സഭയിൽ, ഒരു സംശയം വേണ്ട കാര്യം. എന്തുമാത്രം അബോർഷൻ നടക്കും. ആ സമയത്ത് ഞാനും അങ്ങനെ തന്നെ ഭാര്യനെയൊക്കെ പ്രസവത്തിനൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഹോസ്പിറ്റലിൽ മുസ്ലിംസിന് എത്ര പിള്ളേരുണ്ടായാലും അബോർഷനെ കുറിച്ചൊക്കെ ഡോക്ടർമാർ മിണ്ടിയാവുന്നുണ്ട്, തീർന്നു, ഹോസ്പിറ്റലിൽ വരെ കത്തിച്ചു കളയും. പക്ഷെ കത്തോലിക്കനെ സംബന്ധിച്ച് 2 മതി, 2 നിൽക്കുകയാണ്, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. ഇതും ഒരു സ്വാർത്ഥതയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളൊരു പശുവിനെ മേടിച്ചു, പശു 2 പ്രസവം നടത്തി. എന്നുവെച്ചാൽ നമ്മൾ വളർത്തുന്ന പശു നടത്തിയെന്നല്ല, 2 പ്രാവശ്യം പ്രസവിച്ചു. പിന്നീട് പ്രസവിക്കുന്നതിൽ ഇഷ്ടം പോലെ പാടുണ്ട് പശു. കറവയൊക്കെ കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം ക്രോസിങ്ങിന് വേണ്ടി വിടാൻ നോക്കുമ്പോൾ പശുവിന് ഡോക്ടർ വന്നു, പരിശോധിച്ചു, ഒത്തിരി മരുന്നൊക്കെ കൊടുത്തു. പക്ഷെ സംഭവം ഒന്നും ഉണ്ടാകുന്നില്ല, ഗർഭം ധരിക്കുന്നില്ല പശു.
നമ്മളെ പശുവിനെ എന്ത് ചെയ്യും? കൊല്ലാൻ കൊടുക്കും. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നല്ല ഒരു തെങ്ങ് 3-ാം വർഷം മുതൽ കായായി, അല്ല 4-ാമത്തെ 5-ാമത്തെ വർഷം കായായി. 2-3 വർഷം അതിൽ ഇത്തുള് പിടിച്ച പോലെ നിറയെ കായ്കളാണ്. തെങ്ങ് നിറയെ കായാണ്, 100 കണക്കിന് തേങ്ങ ഓരോ കൊലയും. 2 അല്ലെ 3 വർഷം കായ്ച്ചു. പിന്നീട് അത് കായ്ക്കുന്നേ ഇല്ല. ചുവട് കളച്ചു, വെള്ളമൊഴിച്ചു, വളവിട്ടു, ഒരു രക്ഷയില്ല. നമ്മൾ ആ തെങ്ങ് മുറിച്ച് ദൂരെ കളയും. അങ്ങനെയെങ്കിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞുകൊണ്ട് വിവാഹം എന്ന ദൈവവിളിയിലേക്ക് സ്വീകരിച്ച, ആനയിച്ച, ഇന്ന് അനേകർക്ക് ജീവിത പങ്കാളിയെ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ദൈവം ജീവിത പങ്കാളിയെ തന്നിട്ടും ഇത് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ ആയിട്ട് മാത്രം രണ്ടുപേരെ എന്തിനാണ്? പ്രായമാകുമ്പം നോക്കാൻ നമ്മളെ മിക്കവാറും നോട്ടം ഉണ്ടാവില്ല. അവർ അമേരിക്കയിൽ ജയിലുമായിരിക്കും, ഇവിടെ നമ്മൾ അനാഥമന്ദിരത്തിൽ പോയി കിടക്കണം. ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്നലെ കത്തോലിക്കർ അനാഥമന്ദിരം നടത്തുകയാണ്. അതൊരു ശാപമാണത്, ശാപം. കത്തോലിക്കര് നമ്മൾ മനസ്സിലാക്കി അനാഥ മന്ദിരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അനാഥരാ? നമ്മൾ അനാഥരായി വിടാൻ പാടില്ല ആരെയും. ആരെ അനാഥരാക്കരുത്. നമ്മള് ഒരു ഇംഗ്ലീഷ് കൾച്ചർ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നാട്ടിലേക്ക്, ദേശത്തേക്ക് വന്നു കയറിയപ്പോൾ മക്കളൊക്കെ വിദേശങ്ങളിലായി പോയി, ഇവിടെ മാതാപിതാക്കൾ തനിച്ചായി മാറി. ഇപ്പൊ ഇന്നാളൊരു ദിവസം ഒരു നാട്ടില്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പ്രിയമുള്ളവരെ, CC ക്യാമറയൊക്കെ വെച്ചോണ്ട് പിള്ളേർ അമേരിക്കയിൽ ഇരുന്ന് കാണുകയും, എല്ലാവരും ഉദ്യോഗസ്ഥരെ, എല്ലാ മക്കളും അമേരിക്കയല്ല. അപ്പനെ അമ്മേനെ നോക്കാൻ ഒരു തമിഴനെ നിർത്തിയിട്ടുണ്ട്. അത് എവിടെയാണെന്നറിയാമോ? സ്റ്റെയർ ഗേസ് ഒക്കെ കയറി ചെന്നിട്ട് 2-ാമത്തെ നിലയുടെ മുകളില് ആ സ്റ്റെയർ ഗേസ് മഴ പെയ്യുമ്പം വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് വാർത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെ ഒരു സൈഡിൽ സ്റ്റെയർ ഗേസ്, അത് നമുക്കറിയാലോ, മുകളിലത്തെ എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു അധികം സ്ഥലമില്ല, റൂമൊന്നും അല്ലത്. ആ സ്റ്റെയർ ഗേസിലൂടെ വെള്ളം താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി മുകളിൽ വാർത്ത് അതിനകത്താണ് അപ്പനെ കടത്തിയിരിക്കുന്നത്. അപ്പൻ അവിടെ കിടക്കുകയാണ്, വാട്ടർ ബെഡിൽ ട്യൂബെല്ലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടു. കണ്ടോ? താഴെ ഒരു ബെഡ്റൂമിൽ പോലും, താഴെയൊക്കെ CC ക്യാമറയൊക്കെ വെച്ച് ഞങ്ങളുടെ അടുത്ത് ധ്യാനത്തിന് ചെന്നപ്പം ഞങ്ങൾക്ക് കിടക്കാൻ തന്ന വീടാണ്. എത്ര കോടി മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന വീട്. അവരുടെ വഴി മുതലും മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പുഷ്പങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഗാർഡനാണ്. അതിന്റെ മുഴുവൻ പണി എങ്ങനെ ചെയ്യുന്നത്? ഓരോ കോഴിനെയാണ് ദിവസവും അവിടുത്തെ പട്ടിക്ക് കൊടുക്കുന്നത്. പട്ടി എന്നൊക്കെ പറഞ്ഞ എന്ത് ജാതി പട്ടി! ദിവസവും ഇറച്ചിയാണ് പട്ടിയുടെ ഭക്ഷണം. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എന്നിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഡയറക്ടർ അച്ഛന്മാരുടെ കൊണ്ട് ധ്യാന ഗുരു തല കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം പ്രാർത്ഥനകളാണ്! പ്രാർത്ഥിച്ച് എന്താ പറഞ്ഞ എന്തിനു വേദന നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. സക്കേവൂസിനെ പോലെ നമ്മൾ ചിലത് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ റാഫേൽ മാലാഖയാണ് തോബിയാസിന്റെ കൂടെ വന്നത്. തോബിയാസിന് പ്രാർത്ഥിക്കാറിയിട്ടില്ല, തോബിത്തിന് അറിയത്തില്ലേ? വേണ്ട, ഈ റാഫേൽ മാലാഖ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ മീനിന്റെ ചങ്കും കരളും ഒക്കെ ആയിട്ട് പോകും. എന്താ ചില പ്രവർത്തികൾ നമ്മുടെ ഭാഗത്ത് ആവശ്യം. മീനിന്റെ ചങ്കും കരളും കൊണ്ട് ഇതെല്ലാം പോയി എന്നുള്ളതല്ല, സ്വർഗം ഇടപെടുകയാണ്. തോബിയാസിന്റെ വിവാഹത്തിൽ ഇടപെട്ടതാരാ? സ്വർഗം എന്ന് വെച്ചാൽ ദൈവം റാഫേൽ മാലാഖനെ പറഞ്ഞു വിട്ടു, നീ ചെല്ല്. ഉണ്ടോ? സ്വർഗം ഇടപെടുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ കത്തോലിക്ക വിവാഹം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അബോർഷനൊന്നും ഉണ്ടാകത്തില്ല, ഉദരത്തി വെച്ച് കുഞ്ഞുങ്ങളൊന്നും വധിക്കപ്പെടത്തില്ല. എത്ര കുട്ടികളാണ് വധിക്കപ്പെടുന്നത്! ഞാൻ നിങ്ങളോട് ഇത് വ്യക്തമായി പറയാൻ കാരണം, പ്രിയമുള്ളവര്, ഞാൻ ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ 12 കുഞ്ഞുങ്ങളെ ഉദരത്തി വെച്ച് കൊല്ലപ്പെടാൻ സാധ്യത 12 കുഞ്ഞുങ്ങളെ പല സെന്ററുകളിലൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നില്ല, പക്ഷെ ഇതിനു മുമ്പായി ചെയ്തിരുന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു സ്ത്രീ 7 മാസം ഗർഭിണിയാണ്. അവൾ അബോർഷൻ ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത, ഭർത്താവിന്റെ അല്ല, വേറൊരു വകയിലുണ്ടായത്. അവൾ വന്നതാണ്. കുട്ടീനെ അബോർഷൻ ചെയ്യാനുള്ള ധൈര്യം അവൾക്ക് കിട്ടുന്നില്ല. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിയാതെ ചെയ്യണം. എന്നിട്ട് ഞാനൊരു പാപത്തിന്റെ ഒരു മേഖലയെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ എന്റെ അടുക്കൽ തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്ന് വരണം. എന്നെ ബ്രദർ പറഞ്ഞ ഒരു ആശ്രമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ സ്ഥലമൊന്നുമല്ല, ഇന്ന പോലെ പല ആശ്രമങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് പ്രസവിച്ചതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം മാക്സിമം എനിക്ക് എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാം. അതേ കൂടെ നിൽക്കത്തില്ല, പാല് കൊടുക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. ഓക്കെ, കൊണ്ടുപോയി ഞാനൊരു നേഴ്സിനെ ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി, വണ്ടിയിൽ കൊണ്ടുപോയി, അച്ഛനുമായിട്ടൊക്കെ, ഡയറക്ടർ അച്ഛനുമായിട്ടൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി ഞാൻ ഈ സ്ത്രീനെ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ആ
പ്രസവിച്ച ഒരു ആൺകുട്ടി, എന്തൊരു സുന്ദരനായ കുട്ടി. ഇന്നും ആ കുട്ടി ജീവനോടെ ഇരിക്കും. അവള് പോയി 3ാമത്തെ ദിവസം. ഞാൻ കാലെ കയ്യെ പിടിച്ചു പറഞ്ഞു, 1 മാസം പാല് കുടിക്കും. കാരണം അവളെ ഭർത്താവ് വരേണ്ട ഡേറ്റ് ആയി. കണ്ടോ? കണ്ടിട്ട് ബോധം കെടുന്ന ഒരു അവസ്ഥ പോലെ വന്നു. കാരണം ഈ ഒരു താറാവ് മുട്ടയിട്ടാൽ നമ്മൾ കോഴി മുട്ടയിടുന്ന പോലെ ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കത്തില്ല. എന്താണ് അതിന്റെ മൂടൊന്ന് കുരുക്കിട്ട് ഒറ്റ പോക്ക എന്ന് പറഞ്ഞ പോലെ ഒരു താറാവ് മുട്ടയിട്ടിട്ട് പോകുന്നത് പോലെ നിസ്സാരമായിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ഒരു വേദന, ഒരു തുള്ളി കണ്ണുനീര് പോലും അവളുടെ കണ്ണീർ കേട്ടോ. ചിന്തിച്ചു നോക്കി. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ സമയത്ത് ദൈവത്തോടുള്ള ഇതൊരു കൂദാശയാണെന്നുള്ളൊരു ബോധ്യമില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുക. ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് അബോർഷൻ ചെയ്യാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി അവൾ പ്രാർത്ഥിക്കാൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. എന്നെ അവിടെ കണ്ടെത്തിയത് കൊണ്ട്, ഇങ്ങനെ സംവിധാനത്തെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അവളെ എന്റെ അടുക്കല് സംസാരിക്കാൻ വന്നു. ഇങ്ങനൊരു കാര്യങ്ങളിലൂടെ ഇപ്പൊ കുട്ടി ജീവനോടെ കണ്ടോ, അല്ലെ? അതിനെ കൊന്നൊടുക്കിയ, മുറിച്ച് പീസാക്കിയനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യമുള്ള എനിക്ക് ഉപയോഗിക്കാൻ. ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. എന്റെ ജീവിത പങ്കാളി എന്റെ അടിമയെ എനിക്ക് ഉപയോഗിക്കാൻ, എന്റെ കാമാസക്തിയെ തൃപ്തിപ്പെടുത്താൻ. ദൈവം 7 കൂദാശകൾ സ്ഥാപിച്ചത് എല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടി. മാർപ്പാപ്പയ്ക്ക് പോലും, അല്ലെ വൈദികരോട് പോലും ഉൽപ്പത്തി 1:28 ദൈവം ഏദേൻ തോട്ടത്തിൽ വെച്ച് ഒരൊറ്റ കൂദാശയെ കുറിച്ചേ പറഞ്ഞുള്ളൂ. സൃഷ്ടികർമ്മം. അവിടെ കുർബാന ചെല്ലാനോ മാർപ്പാപ്പയുടെ ജോലി ചെയ്യാനോ കുമ്പസാരിപ്പിക്കാനോ രോഗിലേപനം കൊടുക്കാനോ ഒന്നും അവിടെ പറഞ്ഞില്ല. അവിടെ ഒരു ഒറ്റ കാര്യമേ ഏതേൻ തോട്ടത്തിൽ വെച്ച് ദൈവം കൽപ്പിച്ചിട്ടുള്ളൂ: സന്താന പുഷ്ടിയുള്ളതായി പെരുകുക. ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ ചായ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:20 സന്താന പുഷ്ടി പെരുകാൻ പറഞ്ഞു. അവിടെ അല്ലാണ്ട് ഇവിടെ പൗരോഹിത്യം നൽകാനോ മാമോദീസ നൽകാനോ കുമ്പസാരിപ്പിക്കാനോ ഒരു കാര്യവുമില്ല. അതൊക്കെ ഏതേൻ തോട്ടം നഷ്ടപ്പെട്ടു പോയ കൊടും പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതാണ്. പൗരോഹിത്യവും മാമോദീസയും കുമ്പസാരവും എല്ലാം. നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇത്രമാത്രം വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ അബോർഷൻ ചെയ്യുന്ന വൈദികരെ സന്യസിനൊന്നും അല്ലല്ലോ, മാർപ്പാപ്പയൊന്നും അല്ലല്ലോ, നമ്മളല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന താളപ്പിഴകളല്ലേ. അവരുടെയൊക്കെ ജീവിതത്തിലൊക്കെ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ട്. ആ ചാനലിലും വരുന്നുണ്ട്. മെയിനായിട്ട് സംഭവിക്കുന്ന നമ്മളിലാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്റെ പിഴ എന്നൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന താളപ്പിഴകൾ. ഏതായാലും നമ്മൾ ആരാധനയിലേക്ക് നമ്മൾ കിടക്കുകയും നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധമായ കൂദാശയെ അതുപോലെ തന്നെ കാണാൻ. ഇന്നും കത്തോലിക്ക സഭയിലെ വിവാഹം എന്ന കൂദാശ ഒത്തിരിയധികം വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒത്തിരിയധികം. അതിന്റെ 1% പോലും എത്തിയിട്ടില്ല. ഇതൊരു കൂദാശയായിട്ട് തന്നെ കാണും. ഇതൊരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിട്ട് കാണണം. അല്ലാണ്ട് എന്റെ പവർ കാണിക്കാൻ, എന്റെ മഹത്വം ലോകത്തെ മുഴുവൻ അറിയിക്കാനുള്ളതല്ലത്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കണം. എനിക്ക് വേണ്ടി അനാദിയിൽ ഒരുക്കിയ വ്യക്തിനെയാണ് ഞാൻ കണ്ടെത്തേണ്ടത്. അല്ലാണ്ട് മാട്രിമോണിയക്കാരല്ല എനിക്ക് വേണ്ടി ജീവിത പങ്കാളിയെ കണ്ടെത്തണം. ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ധ്യാനത്തിന് പോകണം, മലയാറ്റൂർ പോകണം, വേളാങ്കണ്ണി പോകണം. കാരണം എന്തിനാ? തോബിയാസ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് വേണ്ടി ഒരുക്കിയതാണോ ഈ വ്യക്തി? ഉണക്കക്കമ്പൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, തളിർക്കട്ടെ, പുഷ്പിക്കട്ടെ, അങ്ങനെയൊക്കെ അടയാളങ്ങളൊക്കെ ചോദിക്കാം. ഇങ്ങനെയാണ് നമ്മൾ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലാണ്ട് എന്തെങ്കിലും ഭൗതികമായ രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് വരികയാണ്. കാരണം ഈശോയ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളൊക്കെ സമർപ്പിക്കാം. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമല്ലേ? അതെ അതെ. പ്രിയമുള്ളവരെ, സ്വർഗം വിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ താളപ്പിഴകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക്
നമുക്ക് വേണ്ടി മുറിയപ്പെട്ട യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി കീറി മുറിയപ്പെട്ട ദൈവം എന്റെ പാപത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇതുപോലെ യേശു മുറിയപ്പെട്ടതുപോലെ ഉദരത്തിൽ വെച്ച് മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ഉദരത്തിൽ വെച്ച് ഈ ഓരോ നിമിഷങ്ങളിലും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ പോലും എത്രയോ കുട്ടികൾ ഏതൊക്കെയോ അമ്മമാരുടെ ഉദരത്തിൽ ഇപ്പോഴും വധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ അമ്മമാരുടെ ഉദരം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു അമ്മ എന്നുള്ള കോളേജ് കുട്ടികളായിരിക്കാം, പ്രായമാകാത്ത കുട്ടികളായിരിക്കാം, എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എല്ലാം വിശുദ്ധിയോടെ കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മളിപ്പോ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കൂദാശയായിട്ട്, വിവാഹം എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, എന്നെയും എന്റെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അബോർഷൻ എന്ന് പറയുന്ന ഒരു കൊലപാതകം, കൊടും ക്രൂരത സംഭവിച്ചു പോയിട്ടുണ്ടോ? ദൈവം കരുണാമയനാണ്, കരുണ വർഷിക്കും. കുറ്റബോധം മനസ്സിലേക്ക് കൊണ്ടുവരും. അത് യൂദാസിൽ കടന്നുകൂടി, ദൈവം തരുന്നതല്ല. നല്ല അനുതാപത്തോടെ ദൈവസ്ഥലത്തിൽ നമുക്കായിരിക്കാം പ്രിയമുള്ളവരെ. നമ്മൾ ആ യൂട്യൂബ് ക്ലാസ്സിൽ കേട്ടതുപോലെ യേശു ക്രിസ്തുവിനെ പോലെ ചെയ്യാത്ത പാപത്തിന്, ആരൊക്കെയോ ചെയ്ത പാപങ്ങൾക്ക് ബലിയായി തീരുകയില്ല. നമുക്ക് തന്നെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. അപ്പന്റെ അമ്മയുടെയൊക്കെ ശാഖകളിലേക്കൊക്കെ നമുക്ക് പിന്നോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയാൽ എത്രയോ കൊലപാതകങ്ങൾ, അബോർഷനുകൾ നടന്നിട്ടുണ്ടാവും. എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ കരുണയാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഭൗതികമായ രീതിയിലുള്ള ആലോചനകളാണോ നമ്മൾ നടത്തിയത്? ആണെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുക. സ്വർഗം ഇടപെട്ടോ? തോബിയാസിന്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, സാറയുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ. ഈ 7 വ്യക്തികൾ മരിക്കാൻ കാരണം സാറയ്ക്ക് വേണ്ടി ഒരുക്കിയതല്ലായിരുന്നു ഈ ആദ്യത്തെ 7 പേരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജീവിതത്തിൽ വന്നുപോയ എല്ലാ താളപ്പിഴകളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോയെ ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി എന്തെങ്കിലുമൊക്കെ വേദനകൾ, കഷ്ടപ്പാടുകൾ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തോട് മാപ്പ് പറയാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്നും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലും ഇന്നുവരെയും ഉദരത്തിൽ വെച്ച് കൊന്നിട്ട് പലർക്കും ഇതൊരു അനുതാപമോ ഹൃദയത്തിൽ ഒരു നീറുന്ന അവസ്ഥ പോലും ഉണ്ടാകാത്ത പലരും, അവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരാണ് അനുദപിക്കാതെയൊക്കെ ഇതുപോലെയുള്ള കൊലപാതക കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് പശ്ചാത്താപം ഉണ്ടാകാതെ മരിക്കുന്നവരാണ്. അതൊരു ശുദ്ധീകരണ സ്ഥലത്ത് പോലും ചിലപ്പോൾ പോകത്തില്ല. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവര് ഇങ്ങനെയുള്ള കുട്ടികളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുക, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക. കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുള്ള ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര കുറ്റബോധമാണ്. ദൈവം പൊറുക്കത്തില്ല, ഞാൻ കൊലപാതകം ചെയ്തു എന്നൊക്കെയുള്ള ചിന്തകളിലൊക്കെ കുറ്റബോധത്തിലിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് മാത്രമേ അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മേൽ കരുണ വർഷിക്കേണ്ടത് ദൈവത്തിന്റെ പീഡകളുടെ അനന്ത യോഗ്യതയല്ല. ദൈവമാണ് ആ രാജ്യത്തു നിന്ന് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റേണ്ടത്. അവിടുത്തെ തിരുമുഖം ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടാൻ പ്രത്യേകിച്ച് തിരുസഭ ഈ മാസം ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ചിരിക്കുക. പ്രത്യേകിച്ച് ഔസേപിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ മധ്യസ്ഥനായ ഔസേപിതാവിനോട് ചേർന്ന്, യേശു ക്രിസ്തുവിനെ വളർത്താൻ ദൈവം തെരഞ്ഞെടുത്ത ഔസേപിതാവിനോട് ചേർന്ന്, ഈജിപ്തിലേക്ക് ആ കുഞ്ഞിനെയുമായിട്ട്, സ്വന്തം കുഞ്ഞല്ലാഞ്ഞിട്ടും ഈജിപ്തിലേക്ക് ആ മറിയത്തെയും യേശു ക്രിസ്തുവിനെയുമായിട്ട് ഔസേപിതാവ് ഓടുകയാണ്. വേണമെങ്കിൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാമായിരുന്നു, പക്ഷെ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമായിരുന്നു. മറിയവും ഉദരത്തിലായിരുന്നു കുഞ്ഞും. പക്ഷെ ഔസേപിതാവ് അവിടെ കാത്തു പരിപാലിക്കുകയാണ്. ദൈവം അതിന് ഇടവരുത്തുകയും. പ്രിയമുള്ളവരെ, ഔസേപിതാവിന്റെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം തേടാം. ഔസേപിതാവെ, കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട മറിയത്തെയും
ഉദരത്തിലായിരുന്ന കുഞ്ഞിനെയും രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, കാക്കുവാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വിശ്വാസ പിതാവേ, ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങളെ അവർ ദൈവസന്നിധിയിലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവരതുപോലെ ആയിത്തീരാൻ കാരണമായ ഓരോ വ്യക്തികളും, അത് മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ അമ്മായിമ്മയുടെ നിർബന്ധപ്രകാരമായിരിക്കാം, മൂന്നാമതൊരെണ്ണം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായപ്പോൾ, വിദേശത്ത് പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ഉണ്ടായപ്പോൾ, വിവാഹം കഴിഞ്ഞ് പെട്ടെന്നായി പോയി. ഇങ്ങനെയുള്ള പല നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ, ആ വ്യക്തി ചിലപ്പോൾ മാർപ്പാപ്പയാകാനുള്ളതായിരിക്കാം, ബിഷപ്പാകാനുള്ളതായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ വെറും ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ കൊന്നൊടുക്കി. പ്രിയമുള്ളവരെ, ആ അവസ്ഥകളൊക്കെ നമുക്ക് സമർപ്പിക്കാം. ചിലപ്പോൾ നമ്മുടെ ഒന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുകയില്ല, പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിക്കാം. അത് ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, യേശു എല്ലാവരുടെയും ദൈവമല്ലേ. ചിലപ്പോൾ അവര് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തെ അറിഞ്ഞിട്ട് തിരിച്ചു വരും. എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥന പാഴായി പോകത്തില്ല. ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മനുഷ്യവർഗം ചെയ്തു പോയ തെറ്റ്, യേശു മരിച്ചത് മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമോ കത്തോലിക്കർക്ക് വേണ്ടി മാത്രമോ അല്ല. യേശു എല്ലാവരുടെയും ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിക്കാം. ഇന്ന പോലെ തെറ്റുപറ്റിട്ടുള്ള എല്ലാവരും, അത് ചിലപ്പോൾ കോളേജിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും. ഇന്നിപ്പോൾ ഓൺലൈൻ പഠനമൊക്കെ അങ്ങനെയൊക്കെ വന്നതുകൊണ്ടൊക്കെ ഒത്തിരി പാപത്തിൽ അനേകര് വീണിട്ടുണ്ട്. കാരണം മൊബൈലിലൂടെയൊക്കെ ഒത്തിരിയധികം അശുദ്ധികള്, കാരണം വ്യക്തിപരമായിട്ട് റൂമിലൊക്കെ കഥകടച്ചിരുന്നു കൊണ്ട്, അല്ലെ പറമ്പിലൊക്കെ പോയിരുന്ന് നെറ്റൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്താ റേഞ്ച് കിട്ടാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ വീട്ടിൽ നിന്ന് അവരുടെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോവുകയാണ്. പിന്നീട് പോയി എന്താ കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പല മാതാപിതാക്കൾക്ക് അത്, വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ ഇത് എതിലെയാണ് പിള്ളേര് കയറിപ്പോണെ, എന്താ കാണുന്നതെന്നൊന്നും അറിയത്തില്ല. കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ നല്ലതൊക്കെ തുറക്കുമ്പോൾ അതിലേക്ക് വരുന്നത് യൂട്യൂബും അല്ലെങ്കിൽ ഇതൊക്കെ തുറക്കുമ്പോൾ അതിലേക്ക് കടന്നു വരുന്നതൊക്കെ മഹാമോശം. കാരണം സാത്താൻ എല്ലാ മേഖലയിലും അവൻ കൈകടത്തിയിരിക്കുക. മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഏക ലക്ഷ്യം. ഒരൊറ്റ ആത്മാവ് സ്വർഗത്തിൽ കയറി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാവരെയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേദന ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. കരുണ വർഷിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ, ദൈവസന്നിധിയിലേക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഇടവകയെ, ദേശത്തെ, ലോകത്തെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ നിമിഷം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. അബോർഷൻ ചെയ്യാൻ നിയമം, പ്രത്യേകിച്ച് ഒത്തിരി പ്രായമായി പ്രസവിക്കുന്നതിന് ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ചക്ക് മുമ്പൊക്കെ കുടുംബത്തിലുള്ളവരുടെ അനുവാദം മാത്രം കിട്ടിയാൽ മതി. പല സ്ഥലങ്ങളിലൊക്കെ അബോർഷൻ ചെയ്യാനുള്ള അത്രമാത്രം നിയമങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഈ അബോർഷൻ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെയുള്ള ഡോക്ടർമാര്, നേഴ്സുമാര്, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ, പ്രിയമുള്ളവരെ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന അനേകരും. മൂന്നാമതൊരു കുട്ടി എന്ന് പറയുമ്പോൾ അവർ സമ്മതിച്ചു തരത്തില്ല, താല്പര്യമില്ല അവർക്ക്. ചില ഡോക്ടേഴ്സ് പോലും സിസേറിയൻ ചെയ്യാൻ വേണ്ടി, അല്ലെ അബോർഷൻ ചെയ്യാൻ വേണ്ടി അതിൽ പൈസ കിട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ തന്നെ പല രീതി പറയും. കുട്ടിക്ക് വളർച്ചയില്ല, പല രീതിയിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മാതാപിതാക്കളെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ അബോർഷൻ ചെയ്യുന്ന ഒത്തിരി കേസുകളുണ്ട്. എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹോസ്പിറ്റലിന്റെ ഉടമകള്, ചില വീട്ടുവൈദ്യന്മാര്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ ഒത്തിരി ഉണ്ട്. പ്രിയമുള്ളവരെ, എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആഴത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമായി ഇടപെടണം. അബോർഷൻ ചെയ്തുള്ള എല്ലാവരെയും, ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടങ്ങിയ അന്നു മുതൽ ഇന്നു വരെ അബോർഷൻ ചെയ്ത എല്ലാവരെയും സമർപ്പിക്കുന്നു. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബോർഷൻ ചെയ്ത് പ്രത്യേകിച്ച് ആ പാപം വേണ്ടത്തിൽ അനുതാപമൊന്നും ഉണ്ടാകാതെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന മാതാപിതാക്കളെ ഒക്കെ സമർപ്പിക്കുന്നു. അതിന് പ്രേരണ കൊടുത്തവർ, അബോർഷൻ ചെയ്ത ഡോക്ടർമാര്, നേഴ്സുമാര്, ആരെങ്കിലും ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തുണ്ടെങ്കിൽ അവരെയെല്ലാം പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മാസം ഔസർദാൻ മധ്യസ്ഥയിലൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അവരുടെ മേൽ കരുണ വർഷിക്കണം. കുത്തി തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ഒരു രക്തം അവരുടെ മേൽ ഒഴുക്കണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ അനന്തമായ കരുണ എല്ലാ മേഖലയിലേക്കും, ലോകം മുഴുവനിലേക്ക് ഒഴുകപ്പെടാൻ ആഗ്രഹിച്ചു.
മോശ മലമുകളിൽ കരമുയർത്തി പോലെ നമുക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവികാരൻ യേശുവിനെ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ദൈവത്തെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മേൽ അധികാരമുള്ള, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അധികാരമുള്ള ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ രക്തം അയക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ പീഡകളുടെ അനന്ത യോഗ്യതയാണ് കർത്താവേ. ഞങ്ങൾ അവസരപിതാവിനോട് ചേർന്നു, സകല വിശുദ്ധരോട് ചേർന്നു, സകല രക്തസാക്ഷികളോടും മാലാഖമാരോടും എല്ലാം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഇതിലുള്ള അവസരങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇതുപോലെ മാരക ഭാവങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അഞ്ചാമത്തെ കൽപ്പന ലംഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ മാപ്പിനായി ഞങ്ങൾ വീഴുന്നു. കർത്താവെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേശിച്ച് പ്രാർത്ഥിക്കുന്നു, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ ദൈവമേ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ അപേക്ഷകളും യാചനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് ഏതെങ്കിലും വ്യക്തികള് ഇന്ന പോലെ പാപം ചെയ്ത് ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കാൻ ഭാഗ്യം ലഭിക്കാതെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് കുമ്പിട്ട് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മൂന്ന് ലോകത്തിന്റെ മേലും അധികാരമുള്ള, മൂന്ന് ലോകത്തിലുള്ളവരെയും കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ അനന്ത സ്നേഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്.